മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന ആ ജനകീയ സമരം ഇന്ന് 85 ദിവസം പിന്നിടുകയാണ്. 85ാമത്തെ ദിവസമാണ് ഇന്ന് ഇവിടെ സമരം നടക്കുകയുണ്ടായത്. ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ടാണ് ഇന്ന് ഇവിടെ വലിയ രീതിയിലുള്ള മനുഷ്യച്ചങ്ങല തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങ് വൈപ്പിൻ മുതൽ ഇന്ന് ഈ മുനമ്പം സമരം നടക്കുന്ന ഈ മഞ്ഞുമാത ദേവാലയത്തിൻ്റെ തിരുമുറ്റം വരെ 25 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ജോസഫ് കാരിക്കാശ്ശേരി കോട്ടപ്പുറം രൂപതയുടെ മുൻ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കാരിക്കാശ്ശേരി പിതാവ് അടക്കമുള്ള ഒട്ടേറെ വൈദികർ, പുരോഹിതരെ, സന്യസ്തരെ, മുതിർന്നവരെ, സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ളവർ ഈ വലിയ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. അങ്ങനെ വലിയൊരു ജനകീയ സമരത്തിനാണ് ഈ 85ാം ദിവസം മുനമ്പം പ്രദേശം സാക്ഷ്യം വഹിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം സമരത്തിലൊക്കെ പങ്കെടുത്ത ഇന്ന് ഇവിടെ നിരാഹാര സമരം എന്ന ഒരു ഈ നിവാസിയാണ്. ചേട്ടാ, നിങ്ങളുടെ സമരം ഇപ്പോൾ 85 ദിവസം പിന്നിടുകയാണ്. ഇന്ന് വലിയൊരു മനുഷ്യച്ചങ്ങല തീർന്നു. ഇന്നലെ ജസ്റ്റിസ് ഇവിടെ വരുന്നൊരു സാഹചര്യമുണ്ടായി. നിങ്ങളുടെ സമരം വിജയിക്കും എന്ന് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. അതായത് ഇത് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇന്ത്യ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത് ഈ സമരത്തിൻ്റെ ഒരു വിജയമാണ്. അത് തന്നെ ഉണ്ടാകും. ഈ സമരം ഇനി ആളിപ്പടരും. അതായത് ഇപ്പോഴും ഇനി വരുന്ന ദിവസങ്ങളെല്ലാം ഇതിനേലും ശക്തിയായി തന്നെ ഇതിൻ്റെ അവകാശങ്ങളെല്ലാം പൂർണ്ണമായും ഞങ്ങൾക്ക് കിട്ടുന്നതുവരെ ഞങ്ങൾ ഒട്ടും തളരില്ല. അത് ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നുമുണ്ട്. അത് ഉണ്ടാകുന്നത് തന്നെ ഒരു ഉദാഹരണമായിരുന്നു. കാര്യം മനുഷ്യച്ചങ്ങല എന്ന് പറഞ്ഞെങ്കിൽ മനുഷ്യ മതലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ വൈപ്പിൽ നിന്ന് തുടങ്ങിയുള്ള ഇത് 30,000 പേര് ഇന്നത് തുടങ്ങിയിൽ ഒരുപാട് ഐതിഹാസിക സമരങ്ങൾ നടത്തി പാരമ്പര്യമുള്ളവരാണ് വൈപ്പിൻകരക്കാർ. ഈ വൈപ്പിൻ ദ്വീപ് എന്ത് കാര്യത്തിനും നിൽക്കുന്നത് പോലെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കാൻ മാത്രമല്ല, നല്ല മത്സ്യം ലോകത്തെത്തിക്കുക മാത്രമല്ല, ഒരുമിച്ച് ചേർക്കുക. മറ്റുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങളുടെ രക്ഷാഭടന്മാരായി അവിടെ പോകുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ അതുപോലെ തന്നെയാണ് ഇയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ഇന്ന് ഈ മനുഷ്യചങ്ങലയുടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഈ സമരം വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ ഇതിനേലും ശക്തമായിട്ടുള്ള പല സമരമാർഗങ്ങളും പുതിയ രൂപത്തിലും ഭാവത്തിലും ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ കൺവീനർ കൂടിയായ ചെയർമാനും കൂടിയായ ആന്റണി ചേട്ടൻ നമ്മളോടുണ്ട്. അതെ, ഇന്നത്തെ മനുഷ്യ ചങ്ങലയായിരുന്നില്ല, മതലായിരുന്നു. അത്രയും ജനങ്ങളായിരുന്നു. കാരണം ഈ പൊതുസമൂഹം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി 35 വർഷം കഴിഞ്ഞപ്പോൾ അതിന് വേറെ അവകാശം വന്നിരിക്കുന്നു. ഒരു ന്യായവും ഇല്ലാണ്ട് ഇവർ ഈ അവകാശവാദം ഉന്നയിച്ച് ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് വക്കഭൂമിയല്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. വെറുതെ സാധിച്ചല്ല, സകല ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM സകല പാർട്ടികളും പൊതുസമൂഹവും ഇന്ന് ഈ ഭൂമി വക്കഭൂമി അല്ല എന്ന് സമ്മതിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കമ്മീഷൻ വന്നു. കമ്മീഷൻ ഇതെല്ലാം കണ്ട് ഇവിടുത്തെ പാവപ്പെട്ട വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം കമ്മീഷൻ നേരിട്ട് മനസ്സിലാക്കി സത്യം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ടാവും. ആ റിപ്പോർട്ടിലൂടെ ഞങ്ങൾ കരകയറും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. കാരണം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കാഴ്ചകൾ, ചോർന്നൊലിക്കുന്ന വീടുകളും കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെൺപിള്ളേരി, അങ്ങനെ ഈ ക്രൈം നടക്കാത്തതുകൊണ്ട് ഒരുപിടി ജനങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് കമ്മീഷന് ബോധ്യമായി. ആ സ്ഥിതിക്ക് അദ്ദേഹം മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ്, സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുന്ന ആളാണ്. അത് ഞങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ സമരസമിതി തന്നെ പറയുന്നത് ഈ കമ്മീഷനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം കമ്മീഷൻ ഒരു ന്യായമായ റിപ്പോർട്ട്, തങ്ങൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് കമ്മീഷൻ ഇന്നലെ ഇവിടെ പറഞ്ഞത്. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ ഇന്നലെ ഇവിടെ ഈ സ്ഥലത്ത് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ പരിസരത്തെ വീടുകളൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കമ്മീഷൻ അതിനുശേഷം ജസ്റ്റിസ് പറഞ്ഞത് ഒരു അനുഭാവപൂർണ്ണ ജനങ്ങളെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒരു പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കും നൽകുക സർക്കാരിന്. ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ ഒരു ഫലമായിട്ടാണ്, ഈ കഴിഞ്ഞ 85 ദിവസം നീണ്ടുനിന്ന സമരത്തിൻ്റെ ഫലമായിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ ഒരു കമ്മീഷനെ പഠിക്കാനായിട്ട് നിയോഗിച്ചത്. തീർച്ചയായിട്ടും അത് ഒരു വലിയ ഒരു ജനകീയ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സമരത്തിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫലം കൂടിയായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള വലിയ ഒരു ഒരു മനുഷ്യച്ചെങ്ങല എന്ന് പറഞ്ഞെങ്കിലും അതൊരു മനുഷ്യ മതിലായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഈ പൊതുസമൂഹം ഒന്നാകെ ഇവരുടെ
സമരം ന്യായമായ ഒരു സമരമാണ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് എന്ന ബോധ്യം ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ വളർത്തിക്കൊണ്ടുവരാൻ ഈ സമരസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ സ്ഥലങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ച് ലഭിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ മുനമ്പം നിവാസികൾ, ഈ ഭൂസംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ ഒക്കെ വെച്ചു പുലർത്തുന്നു. തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും.